മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഗിരിപ്രഭാഷണത്തിൽ നിന്നും നാം ആരാണ് എന്നുള്ളതായ ചോദ്യത്തിന് ഉള്ള ചില ഉത്തരങ്ങൾ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരാരാണെന്നുള്ളത് അവർ തന്നെ തിരിച്ചറിഞ്ഞ് ജീവിക്കണം എന്നാഗ്രഹിച്ചു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനായിട്ട് സാധിച്ചു. 5-ാം അധ്യായത്തിൻ്റെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ചിന്താവിഷയമായിട്ട് തീർന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് വളരെ അർത്ഥവ്യാപ്തിയോടുകൂടി അവരെ ഓർപ്പിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലവുമായുള്ള ബന്ധമൊക്കെ നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കാനിടയായിട്ട് തീർന്നതാണ്. അതിലേക്ക് ഇനി പോകേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. അതിലൊരു സുപ്രധാനമായ സത്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഉപ്പ് രുചി വരുത്തുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, പെരുമാറ്റം ഒക്കെ മറ്റുള്ളവർക്ക് രുചികരമായിരിക്കണം എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചിന്തിക്കുകയായിരുന്നു. രുചികരമായിരിക്കാനായിട്ട് 2 പ്രധാനപ്പെട്ട വഴികൾ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ വഴിയിൽ നമ്മൾ പോയാൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് രുചികരമായിരിക്കേണ്ടതിന് വേറെ കൃത്രിമമായ അധ്വാനങ്ങളൊന്നും വേണ്ടിവരികയില്ല. അത് നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ കർത്താവായിട്ടാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ കൈക്കൊണ്ടത്. കർത്താവിനെ കർത്താവായി വിശുദ്ധീകരിച്ച് ഓരോ ദിവസവും ജീവിക്കുന്നൊരു ദൈവ പൈതലിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ആസ്വാദ്യമായിരിക്കും എന്നുള്ളതായ കാര്യം നമ്മൾ കണ്ടു. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ വിശദീകരിച്ചായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളായ നമ്മിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലമുള്ളവരായി എനിക്കും നിങ്ങൾക്കും ജീവിക്കാനായിട്ട് സാധിക്കണം. അതിന് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. നമ്മൾ ആത്മനിറവുള്ളവരാണെങ്കിൽ ആത്മാവിൻ്റെ ഫലം സ്വാഭാവികമായി നമ്മിൽ നിന്ന് പുറപ്പെടും. ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെട്ടാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് എത്രയോ ആസ്വാദ്യമായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഒടുവിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നതാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മോട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉപ്പിൻ്റെ മറ്റൊരു പ്രയോജനം നമ്മുടെ കർത്താവ് ഈ പ്രതിപാദനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒത്തിരി വിശദമായി ചിന്തിക്കുന്നില്ലെങ്കിലും ആ കാര്യം ഇവിടെ ചേർത്ത് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷൻ ഈ പ്രസംഗം രേഖപ്പെടുത്തുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിൽ അല്പം കൂടി വിശദമായിട്ട് ഈ കാര്യം പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നതിനേക്കാൾ അല്പം കൂടി വിശദമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ കർത്താവ് നിങ്ങളുടെ ജീവിതം പ്രയോജനകരമായി തീരണമെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വിശദീകരണം ആകൊണ്ട്
നമ്മളതിന് വ്യാഖ്യാനത്തിന് വേറെ എങ്ങും പോകേണ്ടതായ ആവശ്യമില്ല. ഉപ്പ് കാരമില്ലാതെ പോയാൽ വരുന്ന കുഴപ്പം അവിടെ പറയുന്നുണ്ട്. പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. കാരണം വളമായിട്ട് നമ്മൾ ഉപ്പ്, ചാക്കുംപൊടിയൊക്കെ വാങ്ങുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ സാധാരണയുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ കാര്യം എത്രയോ കൃത്യമായിട്ട് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, വളം മറ്റ് വൃക്ഷങ്ങളുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായിട്ട് തീരുന്നതാണ്. അപ്പം അതില്ലാതെ വന്നാൽ സ്വാഭാവികമായിട്ടും വൃക്ഷങ്ങളുടെ വളർച്ച മുരടിക്കും എന്നുള്ളത് ഞാനതിൻ്റെ തത്വമൊന്നും ഈ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ കാര്യം പറയുമ്പോൾ ഈ കാര്യം സ്പെസിഫൈ ചെയ്യുന്നു എന്നുള്ളത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം മറ്റുള്ളവരെ വളർത്തുന്നതായിരിക്കണം എന്നുള്ള വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. മറ്റുള്ളവരെ വളർത്താനുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വ്യതിചലിച്ച് പോകുന്നതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വിഘാതമായി തീരാകുന്ന സമീപനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സമീപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തോളണം, ഞാൻ ഭൂമിയുടെ ഉപ്പാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ ശുശ്രൂഷ കൊണ്ടും മറ്റുള്ളവർക്ക് ആത്മീക വളർച്ചയുണ്ടാകണം എന്നുള്ള ആ വിശുദ്ധമായ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് തളർച്ചയ്ക്ക് കാരണമായിട്ട് തീരാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ഭാഗത്തു നിന്ന് അത് വരുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതല്ല, ഇപ്പോഴെൻ്റെ മനസ്സിൽ വരുന്നത് കൊണ്ട് പറയുകയാണ്. ഞാൻ വടക്കേ ഇന്ത്യയിൽ അങ്ങ് അറ്റത്തുള്ളതായൊരു സംസ്ഥാനത്തൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ദൈവദാസൻ ഒരു കാര്യം അന്നല്പം വിശദമായി പറയുവാൻ ഇടയായിട്ട് തീർന്നു. അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുള്ളതായൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ലളിതമായൊരു കാർഷിക വഴിയാണ് പറഞ്ഞത്. വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്ന, താഴെ നിൽക്കുന്ന വൃക്ഷങ്ങൾ സാധാരണ വളരാൻ പ്രയാസമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ആത്മീക വശത്താണ് പറയാനിടയായിട്ട് തീർന്നത്. ഒരു സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ തണലിൽ ആളുകൾ പിന്നെ വളർന്നു വരാൻ കുറച്ച് വിഷമമായിരിക്കും എന്ന് അദ്ദേഹം അന്ന് പറയാനിടയായിട്ട് തീർന്നു. അപ്പം ഞാൻ ഓർത്ത്, ഇതൊരു മുന്നറിയിപ്പാണല്ലോ. കാരണം വളരെ പ്രധാനപ്പെട്ടൊരു പ്രമാണമാണല്ലോ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതായ കാര്യം ഞാൻ അന്നേ മനസ്സിൽ കുറിച്ചിടുവാനിടയായിട്ട് തീർന്നതായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നാം മറ്റുള്ളവർക്ക് പോഷണം നൽകുന്നവരും മറ്റുള്ളവരുടെ വളർച്ചയ്ക്കു വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച്
ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ആ വലിയ സത്യത്തെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് ഇരിക്കുന്നത്. വളർച്ച എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മുടെ വീക്ഷണത്തിനുമൊക്കെ വളരെ വൈകല്യങ്ങളുണ്ടായിരിക്കാം. ശരിയായ വളർച്ചയൊന്നും ആയിരിക്കില്ല നമ്മൾ മനസ്സിൽ കാണുവാനിടയായിട്ട് തീരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ അടിസ്ഥാനപരമായൊരു സത്യം ഞാനിവിടെ ചേർത്ത് ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സത്യം ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായ വളരെ മനോഹരമായൊരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വാക്യം നമുക്ക് നല്ല പരിചയമുള്ളതാണ്, എങ്കിലും ഒന്ന് ചേർത്ത് വായിച്ച് പോകാം. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഈ വളർച്ചയുടെ ഒരു പ്രായോഗികമായ സത്യമാണ് ഈ വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി കൃത്യമായൊരു അർത്ഥം മനസ്സിലാകാനായിട്ട് 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. അപ്പോൾ വായിച്ച വാക്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിനെ നല്ല ശുശ്രൂഷകനാകും. അപ്പോൾ അവിടെ ഈ പോഷണം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിക്കും. അപ്പോൾ നമ്മുടെ കർത്താവ് ഉപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഈ പ്രയോഗം അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ഈ ജീവിതം അനേകർക്ക് വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം ലഭിക്കുമാറ് ദൈവത്തിൻ്റെ വചനം അവർക്ക് കൈമാറിക്കൊടുക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ ഒരു വിശദമായിട്ട് വേണമെങ്കിൽ ഒരു കാര്യം പറയാം, പക്ഷെ അത് ഞാൻ അത്ര വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നാം ദൈവത്തിൻ്റെ വചനം കിട്ടിയിട്ടുള്ളതായ ആളുകളാണ്. ഇസ്രയേലിനെ കുറിച്ച് പറയുന്നൊരു കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ. ആവർത്തനം 4-ലെ 8-ാമത്തെ വാക്യം, ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ. അപ്പം നമ്മൾ വിലയേറിയ വചനം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. ഇസ്രയേലിനെ കുറിച്ച് അത് പറയാമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എത്രയോ അധികം പറയാം. കാരണം അവർക്ക് കിട്ടാത്ത എന്തോരം വെളിപ്പാടുകളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതിന് വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്. ഉദ്ദേശം ആ വചനത്താൽ നമുക്ക് പോഷണം പ്രാപിക്കാനും വളരാനും സാധിക്കണം. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, മറ്റുള്ളവർക്ക് ആ വചനത്തിൻ്റെ പോഷണം പകർന്നു കൊടുക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ള വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കയ്യിൽ ദൈവം
വിലയേറിയ വചനം തന്നിട്ടുണ്ട്. ഈ വചനം നമ്മൾ ചിലരോട് സംസാരിച്ചാൽ ഈ വചനമാണ് പാപത്തിൽ മരിച്ചു കിടക്കുന്ന ആളുകളെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് നയിക്കുന്നത്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 പത്രോസ് 1:23 നാം വായിക്കുന്നത് എന്താണ്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നാം വീണ്ടും ജനിക്കുവാനിടയായിട്ട് തീർന്നത്. അപ്പം നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ വചനം, നമ്മെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് നയിച്ചതായ വചനം മറ്റുള്ളവരോട് പങ്കിടുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മറ്റുള്ള വ്യക്തികളെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ്. കൊരിന്ത്യർക്ക് അപ്പോസ്തലൻ എഴുതുന്നൊരു വാക്യം കൂടി നമുക്ക് ചേർത്ത് ഓർക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പിതാക്കന്മാർ ഏറെയില്ല, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സുവിശേഷം എന്ന് പറയുന്നത് വിലപ്പെട്ട ദൈവവചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനത്താൽ നാം വീണ്ടും ജനിച്ചു. ഈ വചനം മറ്റുള്ളവരോട് നമുക്ക് പറയാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപ്പാണ് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കുമ്പോൾ ഓർക്കണം, നമുക്ക് ഈ സുവിശേഷം ചിലരോട് പറഞ്ഞ് അവരെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കാനുള്ള വലിയ ഉത്തരവാദിത്വവും സാധ്യതയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ നന്ദിയോടുകൂടി ഓർക്കാം. നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ തന്നെ നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എത്രയോ പ്രധാനമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൗത്യത്തിൽ മുന്നേറേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതൊരു പൊതു സത്യമാണ്. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ അതിൻ്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് വന്നുള്ള ഉത്തരവാദിത്വമാണ് പറയുന്നത്. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി കൈമാറാനുള്ളതായ നമ്മുടെ വലിയ ഉത്തരവാദിത്വം ദൈവാത്മാവ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു 3 കുറിപ്പുകളായിട്ട് മാത്രം പറയാം. 1, സ്തോത്രം ചെയ്യാൻ മതിയായ തിമോഥെയോസിൻ്റെ നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ആ സാഹചര്യം ഒന്ന് മനസ്സിൽ കണ്ട് ഇത് ചേർത്ത് ചിന്തിക്കണം. അപ്പോൾ തിമോഥെയോസിലുള്ള നിർവ്യാജ വിശ്വാസത്തെ പൗലോസ് ഇപ്പോൾ വളരെ അടുത്ത് അറിയുന്നുണ്ട്. കാരണം പല വർഷങ്ങളായി തന്നെ ഇവർ ഒരുമിച്ചാണ് കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് പോയതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ യാത്രയും അവരുടെ ജീവിതവും ഒക്കെ മിക്കവാറും ഒരുമിച്ചായിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാനിന്ന് പകൽ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഈ ദൈവദാസന് എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഈ തിമോഥെയോസിലുള്ള നിർവ്യാജ വിശ്വാസത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നത്. ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കുകയാണ്. തിമോഥെയോസ് പ്രായം കുറഞ്ഞൊരു ചെറുപ്പക്കാരനായിരുന്നല്ലോ. അപ്പോൾ നമ്മെ അടുത്തറിയാവുന്ന ആളുകൾക്ക് നമ്മുടെ വിശ്വാസവും നിർവ്യാജ വിശ്വാസം അത് സ്തോത്രത്തിന് മതിയായതായിരിക്കുന്നുവോ എന്നുള്ളത് വളരെ പരമാർത്ഥമായി പരിശോധിക്കാനായിട്ട് സാധിക്കട്ടെ. ചിലരൊക്കെ വിശ്വാസം അടുത്തറിയുമ്പോഴാണ് ഇത് വലിയ കഥയുണ്ടായിരുന്നില്ലല്ലോ എന്ന് വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷേ നിർവ്യാജ വിശ്വാസമാണെങ്കിൽ കൂടുതൽ അടുത്ത് ഇടപഴകും തോറും ആ വിശ്വാസത്തിൻ്റെ മൂല്യവും മാറ്റും വർദ്ധിച്ചു വരുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട്
നമ്മൾ വേറെ ഒത്തിരി കാര്യം ഇവിടെ നിന്ന് ചിന്തിച്ചില്ലെങ്കിലും പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ എന്തു വിലയിരുത്തും എന്നുള്ളത് ഇവിടെ സൂക്ഷ്മതയോടെ പരിശോധിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. രണ്ടാമതായിട്ടൊരു കാര്യം ഞാൻ അവിടെ നിന്ന് ഓർപ്പിക്കുന്നത്, നിർവ്യാജ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വലിയമ്മയെക്കുറിച്ച് ഇവിടെ വായിക്കുന്നുണ്ട്. പേര് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ലോവീസ്. ഇവിടെ വലിയമ്മമാരായ പല ആളുകളും ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാചകം അതിൽ തന്നെ ഒരു വലിയ പ്രചോദനമായിട്ട്, സന്ദേശമായിട്ട് ഇരിക്കട്ടെ. കാരണം ഈ വലിയമ്മയുടെ വിശ്വാസത്തെക്കുറിച്ച് എത്ര പ്രശംസാർഹമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ എടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഇവിടെ ചേർത്ത് വിലയിരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഇനി മൂന്നാമത് ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാ ഇനി ഇതിനകത്ത് ബാക്കിയുള്ളൂ. നിർവ്യാജ വിശ്വാസം ഉണ്ടായിരുന്ന അമ്മ യുനീക്ക. അപ്പോൾ ഈ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസിന് ഈ കാര്യത്തിൽ വളരെ തൃപ്തിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാക്യത്തിലൂടെ ഒരു സന്ദേശം കൈമാറണം എന്ന് വിചാരിക്കുക. ഈ സന്ദേശം നമ്മൾ കൂടെ കൂടെ ഓർക്കുന്നതാണ്. എങ്കിലും ഇവിടെ വന്നപ്പോൾ അത് ഓർക്കാതിരിക്കാനായിട്ട് നിവൃത്തിയില്ലല്ലോ. കാരണം ദൈവത്തിൻ്റെ വചനം ഒരു വല്യമ്മയ്ക്ക് ലഭിക്കാനിടയായിട്ട് തീർന്നാൽ, നിർവ്യാജ വിശ്വാസത്തോടെ ജീവിക്കാനും സാക്ഷ്യം വഹിപ്പാനും ഇടയായിട്ട് തീർന്നാൽ, അത് ഇത്ര മനോഹരമായ സാക്ഷ്യം പ്രാപിച്ച തിമത്യോസിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് അത് മുഖാന്തരമായിട്ട് തീരാവുന്നതാണ്. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഇവിടെ ഓർത്തു പോകുന്നത് നല്ലതാണ്. വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താലുള്ള പോഷണം. ഈ വചനത്താലുള്ള പോഷണം എന്ന് പറയുമ്പോൾ സാധാരണ ഇത് സഹോദരന്മാർ ചെയ്യേണ്ട കാര്യമായിരിക്കും എന്ന് സഹോദരിമാർ പൊതുവെ വിചാരിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷെ അല്ലെന്നാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. സഭയിൽ യോഗത്തിന് സഹോദരന്മാരായിരിക്കും വചനം പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കൂടെ പാർക്കുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും പകർന്നു കൊടുത്ത് അവർക്ക് ആത്മീകമായ പോഷണം നൽകുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്നതായൊരു സത്യമാണിത്. ഞാൻ മിനിങ്ങാന്നൊരു കല്യാണത്തിൽ പങ്കുകൊണ്ടായിരുന്നു. സാധാരണ കല്യാണത്തിൽ പ്രസംഗിക്കുന്നതിന് വ്യത്യസ്തമായൊരു പ്രസംഗമായിരുന്നു അവിടെ ഒരു ദൈവദാസൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ വല്ലാതെ ചിന്തിപ്പിക്കാനിടയായിട്ട് തീർന്നു. അദ്ദേഹം പറഞ്ഞു, 5 വയസ്സിനുള്ളിൽ ഒരു കുട്ടിക്ക് രൂപപ്പെടേണ്ടതായ സ്വഭാവങ്ങളുടെ അടിസ്ഥാനം രൂപപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതിന് ചില ന്യായങ്ങളും തെളിവുകളും ഒക്കെ അദ്ദേഹം ലോകപ്രകാരമുള്ള വഴിയിലും ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ഈ 5 വയസ്സ് വരെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ആർക്ക് പറ്റും? സഭയിലെ മൂപ്പന്മാർക്കൊന്നും യാതൊന്നും സാധിക്കുകയില്ല. പിന്നെയോ ആ കുഞ്ഞുങ്ങളോട് കൂടെയുള്ള മാതാക്കൾക്കാണ് അവർക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രമാണത്തിൻ്റെ ലോകപ്രകാരമുള്ള വിശദീകരണം ഒന്നുമില്ലെങ്കിലും ദൈവവചനത്തിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട്. ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന മോശയെ വചനം പഠിപ്പിച്ചത് ആരാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവൻ്റെ അമ്മ പഠിപ്പിച്ചു. അമ്മയോടുകൂടി അവൻ വളർന്ന നാളുകളിലാണ് അവൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ
ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്. അത് കഴിഞ്ഞ് അവൻ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരമ്മയ്ക്ക് എത്ര അധികം ആത്മീക മൂല്യങ്ങൾ കൂടെയുള്ള കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സഹോദരിയുടെ കാര്യം ഇവിടെ പറയാൻ എനിക്കൊരു പ്രേരണ തോന്നുകയാണ്. ഹന്നയ്ക്ക് ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് മകന് വേണ്ടി പ്രാർത്ഥിച്ചത്. പിന്നെ മകനുണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അവൾക്കുള്ള സാധാരണ പതിവ് അവൾ മുടക്കി അവൾ ആ മകനോട് കൂടെ ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ബാക്കിയൊന്നും ഞാൻ എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം അവൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഉള്ള ഈ മകന് ആവോളം കാര്യങ്ങൾ പകർന്നു കൊടുക്കേണ്ടതിനു വേണ്ടി ആ സമയം അവൾ ഉപയോഗിക്കുകയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വൈഷമ്യം കൂടി അവളെ അതിന് പ്രേരിപ്പിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഇവനെ ദൈവാലയത്തിലേക്ക് കൊടുത്താൽ പിന്നെ അവിടെ ഹോഫിനിയും ഫിനെഹാസുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ ശരിയായിട്ടുള്ളതായ പരിശീലനം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നുള്ള ഭാരം അവളെ ഭരിച്ചോ എന്നുള്ളത് അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, മക്കൾ മാതാപിതാക്കളോട് കൂടിയായിരിക്കുന്ന നാളുകളാണ്. അവർക്ക് ഈ സൽഗുണത്തിൻ്റെ ഉപദേശങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള സമയമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യം എത്രയോ ഗൗരവമായി പ്രാധാന്യത്തോടു കൂടി കാണാനുള്ളതായ ആവശ്യകതയുണ്ട്. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ നമുക്ക് എവിടെയൊക്കെ വീഴ്ചകളും പോരായ്മകളും വന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കുറവുകളെ പരിഹരിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം വീട്ടിൽ ലഭിക്കേണ്ട സമയത്ത് ലഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ലോവീസിന് ചിലപ്പോൾ ആൺമക്കൾ ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ്. എനിക്ക് വേറെ തെളിവുകളൊന്നുമില്ല കേട്ടോ. ലോവീസിൻ്റെ മകളെക്കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. പക്ഷേ ലോവീസ് ആ മകളെ വിശ്വാസ സത്യങ്ങൾ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ച് രൂപപ്പെടുത്തിയെടുക്കാനിടയായിട്ട് തീർന്നു. വചനം പഠിപ്പിച്ച കൂട്ടത്തിൽ അവളിലേക്കും ആ വിശ്വാസം പകരാനിടയായിട്ട് തീർന്നു. അവൾക്കൊരു മകനുണ്ടായപ്പോൾ ആ മകനിലേക്കും അവൾ ആ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രയോഗം അത് അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. വിശ്വാസം പാരമ്പര്യമായിട്ട് വരുന്നതാണോ എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ഇവിടെ നാം കാണുന്നതായ കാര്യം, പാരമ്പര്യം കൊണ്ട് മാത്രം വിശ്വാസം വരില്ല. പക്ഷേ വിശ്വാസം വളരെ സൂക്ഷ്മതയോടുകൂടി പകർന്നു കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ആ വിശ്വാസത്തിൻ്റെ വഴിയെ പിന്തുടരുന്നതിൻ്റെ വളരെ മനോഹരമായ വഴിയായിട്ട് നമുക്കിത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. കുടുംബം എത്ര പ്രധാനപ്പെട്ടതായൊരു സ്ഥാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, കുടുംബത്തിൻ്റെ പ്രാധാന്യവും കുടുംബത്തിന് ദൈവഭക്തിയുടെ വഴിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പിശാച് അതിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കത്തക്കവണ്ണം വളരെ തന്ത്രപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം കണ്ണു തുറന്ന് തിരിച്ചറിയേണ്ടുന്നതായൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച ഇവിടെ തിരിച്ചറിയത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ ആവർത്തന പുസ്തകം പഠിച്ചപ്പോഴുമൊക്കെ ഞാൻ അന്ന് മുതൽ പറയുന്നതായൊരു സന്ദേശമുണ്ട്. അതിൻ്റെ ചില ഭാഗമൊക്കെ ഇവിടെയും പറഞ്ഞു കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന് 46-ാമത്തെ വാക്യം ഇവിടെ ഒന്ന് ചേർത്ത് പറയത്തക്കവണ്ണം പ്രാധാന്യമുള്ളതായ വാക്യമാണ്. ഞാൻ ആ വാക്യത്തിനൊരു തലക്കെട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം കൊടുത്ത കുടുംബ നിയോഗം. ആ തലക്കെട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം കർത്താവ് നൽകിയ വലിയ നിയോഗം നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്. അത് ചിന്തിച്ച് ഉൾക്കൊള്ളേണ്ടുന്നതാണ്. പക്ഷെ ഇവിടെ കുടുംബത്തിന് ദൈവം നൽകുന്നതായ വലിയൊരു നിയോഗം
നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. നമുക്കറിയാവുന്ന വാക്യമായിരിക്കും. ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചു പോന്നിട്ട് ഒത്തിരി സമയം ആയില്ലല്ലോ. എങ്കിലും നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് ഓർമ്മ പുതുക്കാം. ആവർത്തനം 32:46 വാക്യം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ദൈവജനമായ ഇസ്രായേലിനോട് പറയുകയാണ്, ഈ വചനമെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളണം. ഈ മനസ്സിൽ വെച്ചുകൊള്ളണം എന്നുള്ളതിന് ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾക്ക് വേറൊരു പ്രയോഗമുണ്ട്. അതാണ് നമ്മൾ അധികവും ചിന്തിക്കാറ്. അവിടുത്തെ പ്രയോഗം എന്താണ് ഓർക്കണ്ടോ? ഈ വചനം നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് മനപ്പാഠം പഠിക്കണം. അതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ പറയുന്നത്, നീ ഇത് മനസ്സിൽ വെച്ചുകൊള്ളേണം. എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ ഈ വാക്യത്തിൽ നിന്നൊരു 3 കുറിപ്പുകൾ ഓരോ വാചകത്തിൽ പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. ഞാൻ ഈ വാക്യത്തിൽ ഏറ്റവും പ്രധാനമായി കണ്ടിട്ടുള്ളൊരു കാര്യം, സകല വചനങ്ങളും മനസ്സിൽ വെച്ച് കൊള്ളണം. അപ്പോൾ ദൈവം കൊടുത്ത വചനത്തിൽ നമുക്ക് അനുസരിക്കാൻ എളുപ്പമുള്ള വചനങ്ങൾ അനുസരിച്ചാൽ പോരാ, പിന്നെയോ സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അത് പൂർണ്ണമായും അനുസരിക്കേണ്ടതാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ സകല വചനങ്ങളും എന്നുള്ളതിന് വളരെയധികം വിശദീകരണം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഈ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട എന്ന് കരുതുകയാണ്. കുടുംബത്തോട് തന്നെ ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളിലുള്ള പ്രമാണങ്ങളാണ് നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളണം. രണ്ടാമതായിട്ട് അവിടെ കാണുന്നതായ കാര്യം, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ആ പ്രമാണങ്ങൾ, വചനങ്ങൾ കൽപ്പിക്കണം. കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അധികാരത്തിൽ ചെയ്യുന്നതായൊരു കാര്യമാണ്. അപ്പോൾ മക്കളെ വചനം പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ളതായ അധികാരം ഉപയോഗിക്കണം. എന്താ അധികാരം തന്നിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം മാതാപിതാക്കൾക്ക് മക്കളുടെ മേലൊരു അധികാരം തന്നിട്ടുണ്ട്. അപ്പോൾ ആ അധികാരം നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത്. അവനൊന്നും വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിരിക്കാനുള്ളതായ ഒഴിവില്ല. കാരണം അത് ദൈവം തന്നിട്ടുള്ളതായ ഉത്തരവാദിത്വമാണ്. ഓരോരുത്തരുടെ താല്പര്യം നോക്കിയല്ല അത് ഉപയോഗിക്കണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും, അത് മാതാപിതാക്കളിൽ നിക്ഷിപ്തമായിട്ടുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ്. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ പരിചയമുള്ളൊരു വാക്യം നിങ്ങളുടെ മനസ്സിൽ വന്നോ? വന്നെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനെ എന്തിനാ തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. നമുക്ക് വേഗം വാക്യം ഒന്നങ്ങ് വായിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളിച്ചെയ്തത്, അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് തന്നെ പിൻതലമുറയോട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ വാക്ക് പറയുന്ന അധ്യായത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി ഏറിയ നാളായിട്ട് അബ്രഹാം കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ 18-ാം അധ്യായത്തിലാണ് അടുത്ത വർഷം നിനക്ക് ഇങ്ങനെ ഒരു മകനുണ്ടാകും എന്നുള്ളതായ ആ സത്യം അബ്രഹാമിനെ വന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിനകത്ത് ഇടയ്ക്കൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഓർമ്മിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ വളരെ ഗൗരവമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതായ സത്യം, എന്തിനു വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളതായ കാര്യം അവിടെ ആവർത്തിക്കുകയാണ്. ഇത് അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് മാത്രമാണോ? നമ്മളെയും തിരഞ്ഞെടുത്തത് അതിനു വേണ്ടിയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ്
നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കേവലം സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമാണ്. സ്വർഗത്തിൽ പോകുന്ന കാര്യം ചെറുതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല. സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ട് നിർവഹിക്കേണ്ടതിനും കൂടിയാണ് നമ്മെ തിരഞ്ഞെടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ആ കണക്ഷൻ വാക്യം പറയാൻ താല്പര്യപ്പെട്ടതിൻ്റെ കാരണം, അബ്രഹാമിനെ തിരഞ്ഞെടുത്ത ആ ലക്ഷ്യം അബ്രഹാമിന് മാത്രമുള്ളതല്ല, പിന്നെ അബ്രഹാമിൻ്റെ മക്കളായിട്ടുള്ള ഇസ്രയേൽ ജനത്തിന് അവർക്കെല്ലാവർക്കും ഉള്ളതാണ്. നമ്മളും ആരുടെ മക്കളാണ്? അബ്രഹാമിൻ്റെ മക്കളാണ് വിശ്വാസത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മെയും ദൈവം തിരഞ്ഞെടുത്ത് ഈ വചനങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് ആക്കിയിരിക്കുന്നത് ഈ വിലയേറിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും ആ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ പരിശോധിച്ച് കുറവുകളെ തിരുത്താനായിട്ട് സാധിക്കട്ടെ. മൂന്നാമതൊരു കുറിപ്പുകൂടി ഞാൻ പറയുന്നു: നിങ്ങളും നിങ്ങളുടെ മക്കളും അത് പ്രമാണിച്ച് നടക്കണം. അപ്പോൾ നീ പഠിക്കണം, നീ അത് പ്രമാണിച്ച് നടക്കണം, നീ നിൻ്റെ മക്കളെ പഠിപ്പിക്കണം, അവരും അത് പ്രമാണിപ്പാൻ തക്കവണ്ണം അവരോട് കൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അവരിത് പ്രമാണിച്ച് നടക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിനക്കുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഒറ്റവാക്കി പറയാൻ പറ്റുമോ? ഈ 32-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ജെറമ്യ, എന്താണ് ഈ 32-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ആർക്കെങ്കിലും പറയാമോ? മോശയും യോശുവയും കൂടെ കൂടി ഇസ്രായേൽ മക്കളെ എന്ത് പഠിപ്പിച്ചു? പാട്ട് പഠിപ്പിച്ചു. അതാണ് ഈ അധ്യായത്തിലെ വിഷയം. അപ്പോൾ പാട്ട് പഠിപ്പിച്ചിട്ട് ഈ പാട്ട് ആരെ പഠിപ്പിക്കുകയാണ്? ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഈ മോശയും യോശുവും ഒക്കെ ഈ കാര്യം എന്തോ ഒരു പ്രാധാന്യത്തിലാണ് ചെയ്യാനിടയായിട്ട് തീർന്നത്. കാരണം ഈ വചനമെല്ലാം ഒരു പാട്ടാക്കി അവർ ഈ പാട്ട് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഈ പാട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. വചനം മനഃപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രമകരമാണ്. പക്ഷേ ഒരു പാട്ട് നമുക്ക് മനഃപ്പാഠം പഠിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ രണ്ടാമത് പാടിയ പാട്ട് പുസ്തകം നോക്കിയില്ലെങ്കിലും നമുക്ക് പാടാവുന്നതാണ്. കാരണം നമുക്ക് അതിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ അറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഏറ്റവും ലളിതമായിട്ട് ഈ കാര്യം അവർക്ക് മനസ്സിലാകുമാറ് അതൊരു പാട്ടാക്കി ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കാണുകയാണ്. ഈ അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. വായിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഇവർ ഈ സത്യങ്ങൾ പഠിച്ചിട്ട് അവരവരുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുന്നത്? ഇത് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ടുന്നതായൊരു സത്യമാണ്. ശുശ്രൂഷയുടെ ഒന്നും ആ തിരക്കിൽ പോലും കുടുംബത്തെ വിസ്മരിക്കാനായിട്ട് പാടില്ല. കാരണം ശുശ്രൂഷയേക്കാൾ എത്രയോ പ്രാധാന്യം കുടുംബത്തിന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുടുംബവേദികളിൽ സാധാരണ കേൾക്കുന്നൊരു വാചകം ഞാനിടയ്ക്ക് പറയാറുണ്ട്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ കുടുംബത്തെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഞാൻ ഈ പുതിയ വർഷത്തിൽ ചില ആളുകൾക്ക് വേണ്ടി മിക്കവാറും ദിവസം പ്രാർത്ഥിക്കണമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അവർ വിശ്വാസ ഭവനത്തിൽ ജനിച്ചു വളർന്നവരെങ്കിലും വിശ്വാസത്തിൻ്റെ വഴിയിൽ വരാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ വേദനയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്,
ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ഉത്തരവാദിത്വം, നാം ഭൂമിയുടെ ഉപ്പ് എന്ന നിലയിൽ ഭൂമിയിലെ എല്ലാവർക്കും നമ്മൾ പ്രയോജനപ്പെടട്ടെ, പക്ഷേ നമ്മുടെ കുടുംബത്തിന് നമ്മൾ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ആദ്യം ഉറപ്പാക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഈ വചനത്തിൻ്റെ പോഷണം എത്രത്തോളം നമ്മുടെ കുടുംബാംഗങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതായ കാര്യം എല്ലാ ഗൗരവത്തിലും പരിശോധിച്ച് അതിലുള്ള കുറവുകളെ തിരുത്തേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരുന്നൊരു പോർഷനിൽ ഇത് ഞാൻ നേരത്തെ ഈ ക്ലാസ്സിൻ്റെ സീരീസിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കാം. മോശ യോശുവയൊക്കെ ചേർന്ന് ഈ പാട്ടൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ വചനം അവരിലേക്ക് കൈമാറി എന്നിരിക്കലും അത് ഒത്തിരി കാലം മുമ്പോട്ട് പോയില്ല എന്ന് നമ്മൾ കാണുകയാണ്. നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം ഒന്ന് ചേർത്ത് വായിച്ച് മാത്രം പോകാം. 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, അതൊരു വലിയ ഭയനിർദ്ദേശമാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. കാരണം യോശുവ ഈ പാട്ടൊക്കെ പഠിപ്പിച്ച് പോയിട്ട് ഒത്തിരി കാലമായിട്ടില്ല. അപ്പോൾ അത് ആദ്യ തലമുറ അതൊക്കെ സൂക്ഷിച്ചു. പക്ഷെ ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്ന അതിശക്തമായൊരു സന്ദേശം നമ്മൾ വായിക്കുന്നത്, ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. ഒത്തിരി കാലമൊന്നും വേണ്ടി വന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഭയത്തോടെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുക എന്നുള്ളത് കർത്താവ് തന്നിട്ടുള്ളതായ വലിയ നിയോഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ധാരാളം ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. നമുക്ക് ആരെയൊക്കെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താം? സകല ജാതികളെയും ശിഷ്യരാക്കാം. പക്ഷെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? സകല ജാതികളെയും ശിഷ്യരാക്കിയില്ലെങ്കിലും നമുക്കുടെ കൂടെയുള്ള മക്കൾക്ക്, അടുത്ത തലമുറയ്ക്ക് ഈ പാഠങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വീഴ്ച വന്നാൽ അതിൻ്റെ 100% ഉത്തരവാദിത്വവും നമുക്കുള്ളതായിരിക്കും. അതുകൊണ്ട് അത് വളരെ ഗൗരവമായി ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. യോശുവയുടെ കാലം കഴിഞ്ഞ് ഒത്തിരി കഴിയുന്നതിന് മുമ്പ് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അറിയാത്തൊരു തലമുറ വന്നു എന്നുള്ളത് എത്രയോ ഭയങ്കരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് വന്നത്? ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന് 46-ാമത്തെ വാക്യത്തിൽ ദൈവം അവരെ ഏൽപ്പിച്ചതായ ആ ഉത്തരവാദിത്വം ചില തലമുറകൾ മറന്നുപോയി. അതവർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അത് വരുത്തി വെച്ച വീന എത്രയോ ഭയങ്കരമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ കാര്യത്തിൽ വീണുപോയാൽ അത് നമ്മുടെ പിൻതലമുറകളെ പ്രതികൂലമായിട്ട് ബാധിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യത്തിൽ ദൈവഭയത്തോടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും നന്നായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാൻ ശ്രമിക്കുന്നതായ കാര്യം, വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം നമ്മുടെ കുടുംബത്തിന് നൽകാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. തിമത്യോസ് ഭാഗ്യവാനായിരുന്നു. അവൻ്റെ അമ്മ യുനിക്കയും വലിയമ്മ ലോവീസും ഈ കാര്യത്തിൽ എത്ര വിശ്വസ്തയോടുകൂടിയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. തിമത്യോസ് പഠിച്ച എല്ലാ പാഠങ്ങളും അവരിൽ നിന്നല്ല. തിമത്യോസ് ഇതിനേക്കാൾ അധികം പാഠങ്ങൾ പിൽക്കാലത്ത് പഠിച്ചത് അപ്പോസ്തലനായ പൗലോസിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമാണ്. നമുക്ക് ആ വാക്യം അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ വാക്യം നമുക്കൊന്ന് നോട്ട് ചെയ്യാം. 2 തിമത്യോസ് 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ തിമത്യോസ് പൗലോസിൽ നിന്ന് പഠിച്ച വിലയേറിയ ആത്മീക പാഠങ്ങൾ, ശിഷ്യത്വ പാഠങ്ങൾ ആ വാക്യത്തിൽ വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന്
അതൊന്ന് വായിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ 2 വാക്യങ്ങളൊന്ന് മനഃപ്പാഠം പഠിച്ചുകൊണ്ട് വരാനായിട്ട് ഉത്സാഹിക്കണം. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പോൾ തിമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, നീ ഇതെല്ലാം കണ്ടറിഞ്ഞ ആളാണ്. ഇവിടെ 9 കൂട്ടം കാര്യങ്ങൾ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. അതൊരു സമഗ്രമായ പഠനമാണ്. ആ പഠനത്തിലേക്ക് നമ്മുടെ ഈ പഠനത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിന് ഒത്തിരി ദിവസങ്ങൾ വേണ്ടി വരും. എന്നാൽ ഈ വാക്യം നമുക്കൊന്ന് മനഃപ്പാഠം അറിയാമായിരിക്കും, ഒന്ന് റിവൈസ് ചെയ്യണം. ഈ തിമോഥെയോസ് പൗലോസിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങൾ പഠിച്ചെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ 2-ാമത്തെ മേഖലയിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനം വീട്ടിൽ പഠിപ്പിക്കുന്നതോടൊപ്പം വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനം പഠിപ്പിച്ച് അനേകരെ ശിഷ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. തിമോഥെയോസ് ഒരു ഭാഗ്യവാനാണ്. കാരണം വീട്ടിൽ കിട്ടേണ്ട കാര്യങ്ങൾ തിമോഥെയോസിന് കിട്ടി. പിന്നെ പൗലോസിൻ്റെ കൂട്ടത്തിൽ വന്നപ്പോൾ ധാരാളം കാര്യങ്ങൾ പൗലോസിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായൊരു മാതൃകയാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം. അപ്പോൾ ഉപ്പ് വളത്തിന് നല്ലതാണ് എന്ന് നമ്മുടെ കർത്താവ് പറയുമ്പോൾ അതിലൂടെ സാധിക്കേണ്ടുന്നതായ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും സാധിക്കുന്നു എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പാക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് അല്പം വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ സ്വന്തമായി ധ്യാനിച്ചാൽ ഇത് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. അതിലൊരു വാക്ക് മാത്രം ഞാനൊന്ന് പറഞ്ഞു നിർത്തട്ടെ. അവിടെ തിമോഥെയോസിനോട് പറയുന്നത്, തിമോഥെയോസേ, നീ ഇതെല്ലാം കണ്ടറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ യു ഹാവ് കെയർഫുള്ളി ഫോളോഡ് മൈ ഡോക്ട്രിൻ മാനർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടരുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം കണ്ടു എന്ന് മാത്രമല്ല, തിമോഥെയോസ് പൗലോസിൽ നിന്ന് ഈ പാഠങ്ങളെല്ലാം സൂക്ഷ്മതയോടെ പിൻപറ്റുകയായിരുന്നു. അപ്പോൾ പൗലോസിൻ്റെ ജീവിതം തിമോഥെയോസിനുള്ള ബന്ധത്തിൽ മാത്രം ചിന്തിച്ചാൽ എത്രയോ പ്രയോജനപ്പെട്ടു എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. നാം ഭൂമിയുടെ ഉപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള വലിയ ഉത്തരവാദിത്വം എല്ലാ പ്രാധാന്യത്തിനും ഉൾക്കൊണ്ട് ഈ തലമുറയിൽ അത് നിർവഹിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ക്രമപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ക്രമപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.